എൻ്റെ പൊന്നു നാട്ടുകാരെ, ഞാൻ ആ പടം കണ്ട് ടോക്സിക്. ഒരു 3 മണിക്കൂർ. എങ്ങനെ അത് പ്രൊഡ്യൂസർമാരെ അവർ കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് മലയാളികൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് അറിയോ? ഗീതു മോഹൻദാസ് മലയാളിയാണ്, ആൻഡ് ഈ ആഷി പഴയ KGF ഭീകരൻ. ഈ 2 കണക്ഷൻ വെച്ചിട്ട് ആൾക്കാർ കുറേ സാധനം എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് പഴയ വിവാദപരമായുള്ള ട്രെയിലർ ഇതൊക്കെ വെച്ചിട്ടാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ ഒരു മണ്ടം ഞാൻ ഇതിൻ്റെ പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ നല്ല കിടിലൻ സ്റ്റോറിയുള്ള അല്ലെങ്കിൽ കിടിലൻ കണ്ടൻറ് അറിയുന്ന ആൾക്കാർ എനിക്കറിയാം. അവസരത്തിന് വേണ്ടി ഇങ്ങനെ നിരങ്ങി നടക്കുന്ന ആൾക്കാർ, എന്ത് ഇത്ര വലിയ പൈസ മുടക്കിയിട്ട് ഇതിനിപ്പോൾ ആന്ധ്രയിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ ഇട്ട് കത്തിക്കാനുള്ള സാധനമാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതിനെ പറ്റിയാണോ ഞാനീ പറയുന്നത്. പക്ഷേ ആസ് എ മലയാളി എന്നുള്ള രീതിയിൽ എന്തൊക്കെ വിരോധപരമായിട്ടുള്ള സാധനങ്ങൾ ഒരു സിനിമയിൽ ആഡ് ചെയ്യാവോ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് സാധാ ഒരു മോശം പടമാണ്, നമുക്ക് AC കിടന്ന് ഉറങ്ങാമല്ലോ. ഇത് വെടിവെപ്പിൻ്റെ ഒച്ച കേട്ടിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. പോപ്കോൺ നിന്നിട്ടാണെങ്കിൽ വയറുവേദന എടുക്കുക. ഇന്നലെ പായസമൊക്കെ കുടിച്ച് പോയതല്ലേ. വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് സങ്കടം തോന്നിയിട്ടാ ആ 3 മണിക്കൂർ ഞാൻ അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച ഒരു സാധനം ഉണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഇപ്പം ഭയങ്കര ആശാരാധകനാണ് KGFൻ്റെ. ഈ തെണ്ടി വിളിച്ചിട്ട് പോകേണ്ടി വന്നോണ്ടാ അവൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗീതു മോഹൻദാസ്, ഞാൻ ഇന്ന് രാവിലെ ഒരു ഇൻ്റർവ്യൂ ഇടയുണ്ടായി. പുള്ളിക്കാരി ഇങ്ങനെ പറയാം, ഞാൻ നെക്സ്റ്റ് മൂവിയുടെ ചർച്ചയിലായിരുന്നു എന്നൊക്കെ. നിങ്ങൾക്ക് പണി അറിയില്ല, ദയവ് ഇത് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഞാനൊക്കെ വല്ലപ്പോഴും ഒരു സിനിമ കാണണം, ഇങ്ങനെ പേടിപ്പിച്ച് കളയരുത്.